Welcome to Thasni's kitchen. ഹായ് ഒരുവൺ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വീട്ടിലെ കുഞ്ഞു കൃഷി എന്നുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം അതിലൊരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വാട്സപ്പിലൊക്കെ. അതിന് കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ട് കോഴി വളർത്തലിൻ്റെയും ഗപ്പിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എന്തെല്ലാം മെറ്റീരിയലാണ് ആ കൂടിന് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു വിശദീകരണം, കോഴിത്തീറ്റ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയ വിശദീകരണമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതിൽ കാണാത്ത കുറച്ച് കാഴ്ചകളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് കോഴിത്തീറ്റ നോക്കാം. കോഴിത്തീറ്റ എന്ന് പറയുന്നത് സെയിം അളവിൽ ഗോതമ്പും അരിയും കൂടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് അതാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അരിയിൽ നിന്ന് ഒന്ന് വിട്ട് ചോറായി മാറാത്ത ആ ഒരു പരുവത്തിൽ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് മുട്ടത്തീറ്റ, കോഴിത്തീറ്റ, സ്റ്റാർട്ടർ ആ രീതികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് മിക്സാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവിലിൻ്റെ തവിട് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ, സെക്കൻഡ് സ്റ്റാർട്ടർ അങ്ങനെയായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോഴികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഏതെങ്കിലും തരം ഇലകൾ അതിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കും. ഒരു ദിവസം പപ്പായ ഇലയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം ചേമ്പില, പിന്നെ മുരിങ്ങയില, വാഴയില ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കും. ഓരോ ദിവസം വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. പാർട്ട് 1 ഞാൻ കാണിച്ചിരുന്നത് ചെടികൾ എന്ന് പറയുന്നത് നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ നാട്ടിലുള്ള സമയത്ത് ജസ്റ്റ് നട്ട് പിടിപ്പിക്കുന്ന ഒരു ഇതായിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് ചെടികൾ ഏകദേശം നല്ലതായിട്ടൊന്ന് നന്നായി വളർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പം ഇത് ടേബിൾ ഫാനാണ്. ടേബിൾ ഫാൻ മരത്തിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിനകത്താണ് ചെടികൾ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ. ഇത് ബ്രദർ ഉണ്ടാക്കിയിട്ടുള്ള വീടിൻ്റെ ഒരു മോഡലാണ്. ഇതെൻ്റെ വീടിൻ്റെ എപ്പോഴത്തെ ഏകദേശം മോഡലാണ്. പിന്നെ ഈ ബെഞ്ച്, ഇത് ഇരുമ്പാണ് കേട്ടോ. ഇരുമ്പ് വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതെൻ്റെ ഉപ്പ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഉപ്പ ചെയ്തിട്ടുള്ള വേറൊരു ടീപ്പോയാണ് ഇത്. ഇത് ഒരു തരം പ്ലൈവുഡാണ്. നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. വേറെ എന്തോ ഒരു പേരുണ്ട് ഇതിന്. അപ്പം അതാണിത്. ഇതേപോലെ 2 ചെയ്തിട്ടുണ്ട്. രണ്ടും 2 മോഡലാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അഴിച്ച് വെക്കാൻ പറ്റുന്നതും കൊണ്ട് നടക്കാൻ പറ്റുന്നതൊക്കെ ടൈപ്പ് ഡിസൈനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു കാലെന്ന് പറയുന്നത് ഒരു പ്രത്യേക മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. 2 കാലും ജോയിൻ ചെയ്തിട്ട് പിന്നെ മുകളിൽ നമ്മൾ ഈ ഒരു പലക വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഒരുപാട് വർഷമായിട്ടുണ്ട് ഇത് ചെയ്തിട്ട്. ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു ടീപ്പോയാണിത്. പിന്നെ അതുപോലെ നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനെ ടേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നിവർത്തി വെക്കാം. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ താഴ്ത്തിയിടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, വീട്ടിലെല്ലാവരും സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അത് കാരണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടേബിൾ ഒരുപാട് വർഷങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ളതുണ്ട്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ക്ലോത്തൊക്കെ വെട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നിവർത്തി വെക്കും. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് വെക്കും. ആ ഒരു ടൈപ്പ് ടേബിളാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു 3 തട്ടുള്ള കോഴിക്കൂട് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത്. വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇത് 3 തട്ടാണ്. ഇതിനകത്ത് നമ്മൾ പല ടൈപ്പ് ആഫ്രിക്കൻ ലവ് ബേർഡ്സും പിന്നെ അതുപോലെ ജാവ എന്നൊക്കെ പറയുന്ന ബേർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പേരുകളൊക്കെ വേറെ വേറെയാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് പക്ഷികളാണ് ചെയ്തിട്ടുള്ളത്. ഇതും ഉപ്പ തന്നെ വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂടാണ്. അപ്പോൾ ഇതിലാണ് എല്ലാതരം കിളികളും ഉള്ളത്. ഇവർക്കുള്ള തീറ്റ എന്ന് പറയുന്നത് തെന കൊടുക്കും. അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇവർക്കായിട്ടുള്ള തീറ്റയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നോക്കി നടത്തുന്നത് ബ്രദറാണ്. കോഴികളെയൊക്കെ നോക്കി നടത്തുന്നത് എൻ്റെ ഉമ്മയാണ്. പിന്നെ ചെടികൾക്കൊക്കെ നമുക്ക് പൂവിടാൻ വേണ്ടിയിട്ട് റോസാ ചെടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് മുട്ടത്തോട് പൊടിച്ച് അത് മണ്ണിൽ മിക്സാക്കി കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കിച്ചണിലെ വേസ്റ്റ്, പഴത്തൊലി, പിന്നെ ഇനിയിപ്പോൾ റമദാനും കൂടിയല്ലേ, ആ സമയത്തൊക്കെ നമ്മൾ തണ്ണിമത്തനൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ നല്ലതായിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂവ് പിടിച്ച് കിട്ടും ചെടികൾക്കൊക്കെ. അപ്പോൾ ആ വക വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെള്ളം നന്നായിട്ട് നനച്ചു കൊടുക്കും ഡെയിലി. പിന്നെ ഗപ്പി ഫിഷിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അധികം ആഴമില്ലാത്ത വെള്ളത്തിലാണ് ഗപ്പി വളർത്തുക. അപ്പോൾ അങ്ങനെയാണ് ഗപ്പികൾക്ക് ഇഷ്ടം. അങ്ങനെ ഉള്ള കുളങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുളങ്ങൾ ഒരുക്കി കൊടുക്കുക, അവർക്കുള്ള ടാങ്ക് ഒരുക്കി കൊടുക്കുക. പിന്നെ ഫുഡ് എപ്പോഴും കറക്റ്റ് ടൈമിന് കൊടുക്കാൻ നോക്കുക. അതായത് ഇന്ന് നമ്മൾ വൈകുന്നേരം ഒരു 4 മണിക്ക് കൊടുത്തെങ്കിൽ നാളെയും ഏകദേശം ഒരു 4-4:15 ആകുമ്പോൾ തന്നെ ഫുഡ് കൊടുക്കുക. അപ്പോൾ ടൈമിങ് ഭയങ്കര ഇതാണ് അവർക്കുള്ള ഫുഡിന്. രാവിലെ കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ ടൈം നോക്കുക. പിന്നെ വെള്ളം സ്ഥിരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കരുത്. അതുപോലെ മാറ്റുന്ന സമയത്ത് വെള്ളം മുഴുവനായിട്ട് മാറ്റുകയും ചെയ്യരുത്. 30% വെള്ളം അവരുടെ പഴയ വെള്ളം തന്നെ വേണം.
പിന്നെ വേണം ബാക്കി അതിലേക്ക് വെള്ളം പുതിയത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് ടാങ്കിനകത്ത് ഇട്ടിട്ട് വളർത്തുക. അപ്പോൾ അതും ഏറ്റവും നല്ലതാണ്, അവർക്ക് ഓക്സിജനും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും അതിലിങ്ങനെ കൈയിടാണ്ടിരിക്കുക, അവരങ്ങനെ കയ്യിലെടുക്കാണ്ടിരിക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക. നന്നായിട്ട് വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അങ്ങ് ഫുഡ് ഇട്ട് കൊടുക്കാണ്ടിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ചതിൻ്റെ ബാക്കി ഫുഡ് ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയി അടിഞ്ഞ് പിന്നെ അത് ആ വെള്ളത്തിനെ ബാധിക്കും, അത് അവരുടെ വളർച്ചയെയും ബാധിക്കും. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ കൂട് എന്ന് പറയുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ഇരുമ്പ് തന്നെയാണ്. അപ്പോൾ അതും വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫാനിൻ്റെ കൂടൊക്കെ അതൊക്കെ ഉപ്പ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് പിന്നെ കെട്ടുകമ്പി വെച്ച് നമുക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കൂടാണ്. ആ രീതിയിൽ ആർക്കും ചെയ്തെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ക്ലോത്ത്, ഞാൻ പറഞ്ഞില്ല, സിമെൻറ്റ് മുക്കിയിട്ട് ചെയ്തെടുത്തുള്ളത്. നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ ചോദിച്ചിരുന്ന ആഫ്രിക്കൻ താറാവിനെ കുറിച്ചിട്ടാണ്. അതിപ്പോൾ ഇല്ല, അത് അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിലുള്ള സമയത്ത് അതിനെ അറുത്തു, നമ്മൾ കറി വെച്ചു. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് സംഭവം. പിന്നെ ഈ നാടൻ കോഴിയൊക്കെ നമ്മൾ വീട്ടിൽ അറുത്ത് യൂസ് ചെയ്യാറുണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാനും എൻ്റെ മോളൊക്കെ നല്ലതായിട്ട് നാടൻ കോഴി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വീട്ടാവശ്യത്തിന് തന്നെ മുട്ടയും കോഴിയൊക്കെ നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കാറുണ്ട്, പുറത്തേക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ കോഴി വളർത്തുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത്, കോഴിക്കൂട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചൂട് പിടിപ്പിച്ചു കൊടുക്കണം. തീപ്പന്തം കാണിച്ച് ഒന്ന് ചൂട് പിടിപ്പിച്ചു കൊടുക്കണം അവരുടെ കൂട്. അതുപോലെ നിലത്തൊരു ചാക്ക് വിരിച്ചിട്ട് അതിലേക്ക് മരപ്പൊടി ഇട്ട് കൊടുത്ത്, അങ്ങനെ ആകുമ്പോൾ ഒരു ചാക്ക് വിരിച്ചിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ മരപ്പൊടി ഇട്ട് കൊടുക്കും. മരപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈ മണ്ണ് ഉപയോഗിച്ചാലും മതി. അത് 2 ഇഞ്ച് കനത്തിൽ ഇട്ട് കൊടുക്കും. പിന്നെ അതുപോലെ കുമ്മായപ്പൊടി മിക്സാക്കി ഇട്ട് കൊടുക്കുക, ഏറ്റവും നല്ലതാണ്. അപ്പോൾ കുമ്മായപ്പൊടി ഇല്ലെങ്കിൽ മാത്രം ചാരപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏറ്റവും നല്ലത് കുമ്മായപ്പൊടിയാണ്. അപ്പോൾ അത് സ്മെല്ല് ഒഴിവാക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ മറ്റ് അസുഖങ്ങളും ഒഴിവായി കിട്ടും. എപ്പോഴും ഇങ്ങനെ കോഴി നനഞ്ഞിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കൂടിന് എത്രയാവും റേറ്റ് എന്ന് ചോദിച്ചു. അതൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ ഒരുപാട് മുമ്പ്, ഒരു 6 വർഷമായി കാണും ആ കൂടുണ്ടാക്കിയിട്ട്. ഇതെന്ന് പറയുന്നത് പുതിയ കൂടാണ്, അത് ഇരുമ്പിൻ്റെ കൂടാണ്. ഇത് നമ്മുടെ ആഫ്രിക്കൻ താറാവിന് കൊടുക്കുന്ന തീറ്റകളാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് തീറ്റകളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ കോഴിയുടെ കാര്യം പറയുമ്പോൾ വേറെ ഒന്ന്, ഗോതമ്പ് മുളപ്പിച്ച് കൊടുക്കുന്നത് കോഴിയുടെ മുട്ട ഉൽപ്പാദനത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ കോഴികൾ മുട്ടയിടാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. ചെറുപയർ മുളപ്പിച്ച് കൊടുക്കുന്നത് കോഴികൾക്ക് നല്ലൊരു പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. കാൽസ്യം കുറവ് തോന്നുകയാണെങ്കിൽ കാൽസ്യം ഇല്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു പുഴുങ്ങി അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ചും അവരുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ നമുക്ക് കാൽസ്യം ഇല്ലായ്മ പരിഹരിക്കാൻ പറ്റും. ചില കോഴികൾ മുട്ട പൊട്ടിച്ച് കുടിക്കുക, അല്ലെങ്കിൽ മുട്ടത്തോട് കട്ടിയില്ലാത്ത മുട്ടത്തോടുകൂടിയുള്ള മുട്ടകൾ ഇടുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുകയാണെന്നുള്ളത്. പിന്നെ കോഴികൾക്ക് ഒന്നിടവിട്ടിട്ട് നമ്മൾ ആര്യവേപ്പ്, പച്ചമഞ്ഞൾ, വെളുത്തുള്ളി ഇതൊക്കെ അരച്ച് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത്, രാവിലത്തെ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ട് അത് ഈ ഭക്ഷണത്തിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിരോധശേഷി നന്നായിട്ട് കൂടും. അപ്പോൾ ഒരുവിധം രോഗങ്ങളൊന്നും വരാണ്ടിരിക്കാനൊക്കെ അത് നല്ലതാണ്. അപ്പോൾ മുട്ടയുടെ ഉൽപ്പാദനത്തിന് എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചു. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇലകളൊക്കെ നമ്മൾ വെട്ടിയരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ മീനിന് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ചെമ്മീൻ പൊടി വാങ്ങാൻ കിട്ടും കേട്ടോ, അതാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ എത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.